നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടികൾ ലഭിക്കണം. പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായ മറുപടി ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തോടുള്ള നമ്മുടെ ആത്മസമർപ്പണത്തിൻ്റെ അളവിലാണ് നമ്മുടെ പ്രാർത്ഥനയുടെ റിട്ടേൺ. നമ്മൾ ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കണമേ, നമ്മൾ ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുന്നില്ലേ, ദൈവം എന്നെ കാണാത്ത, ദൈവം എന്നെ പ്രവർത്തിക്കാത്ത, ദൈവം എന്താണ് ഇത് ചെയ്തു തരാത്ത, ഇങ്ങനെയാണ് വിചാരിക്കുന്നതെങ്കിൽ തിരിച്ചൊന്ന് ദൈവം നമ്മളെ നോക്കുവാണെങ്കിൽ, നീ എന്നാ നിന്നെ തന്നെ സമർപ്പിക്കാത്ത, കാര്യത്തിന് ഒരാവശ്യം വരുമ്പോഴുള്ള പ്രാർത്ഥന എന്നെ കൊള്ളോ, നിന്റെ സമർപ്പണത്തിൽ വിശ്വാസത്തിൽ നിനക്ക് കുറവുകളുണ്ടല്ലോ. ഇത് ദൈവം ഇങ്ങോട്ട് നോക്കുമ്പോൾ, നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ ഹൃദയത്തെയാണ് നോക്കുന്നത്, ബാഹ്യരൂപത്തെ അല്ല. സ്തോത്ര, ഹല്ലേലൂയ. ഹൃദയങ്ങളെ പരിശോധിക്കുമ്പോൾ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന സമർപ്പണം എത്രത്തോളം എന്നുള്ളത് ദൈവം നമ്മളെ പരിശോധിക്കും. സ്തോത്ര, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മറുപടി ഒരുവന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ സമർപ്പണത്തിന്റെ തീക്ഷ്ണത വളരെ വലുതായിരിക്കണം. സമർപ്പണത്തിന്റെ തീക്ഷ്ണത വളരെ വലുതായവന്റെ പ്രാർത്ഥന കേട്ട ദൈവത്തിന് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചവന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന് അടങ്ങിയിരിക്കാൻ സാധിക്കത്തില്ല. ഒരു ഉദാഹരണം പറയട്ടെ. മോറിയ മലയിലേക്ക് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് നീ പോകണം എന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചു. ദൈവം വിളിച്ചപ്പോൾ തന്നെ ഇതാ അടിയൻ എന്ന് പറഞ്ഞ് അബ്രഹാം വിളി കേട്ടു. ഞാൻ കാണിച്ചിരുന്ന ദേശത്തേക്ക് നിന്റെ മകനെയും കൂട്ടി പോവുക. സ്തോത്രം. ദൈവം പറഞ്ഞപ്പോൾ തന്നെ അബ്രഹാം അത് ഏറ്റെടുത്തു. തൻ്റെ 2 ഭൃത്യരെയും കൂട്ടി ദഹനബലിക്കുള്ള വിറകും തീയും കത്തിയും ഒക്കെ എടുത്തുകൊണ്ട് യാത്ര പുറപ്പെടുന്ന അബ്രഹാമിനെ നമുക്ക് കാണാൻ സാധിക്കും. നിന്റെ ഏകമകൻ ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചിരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം. ഇതാണ് ദൈവത്തിന്റെ ചോദ്യം. ദൈവം അബ്രഹാമിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കാൻ തന്നെയാണ്. വിശ്വാസത്തെ പരീക്ഷിക്കാൻ മാത്രമല്ല, അബ്രഹാമിന് ചില വാഗ്ദാനം കൊടുക്കുന്നതിന് മുൻപ്, ചില അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതിന് മുൻപ് യോഗ്യനാണോ എന്ന് പരീക്ഷിച്ചു നോക്കണം. പലപ്പോഴും യോഗ്യതയില്ലാതെ അനുഗ്രഹങ്ങൾ വന്നു ചേർന്നാൽ അത് നശിപ്പിക്കും. യോഗ്യതയില്ലാതെ, ഉദാഹരണം പറയുകയാണ്, പ്രാർത്ഥനയിൽ കടന്നു വന്നിട്ട് പ്രാർത്ഥനയുടെ നിയമങ്ങളോ പ്രാർത്ഥനയുടെ പക്വതയോ ഇല്ലാതെ ഒരുവൻ ദൈവിക ശുശ്രൂഷയിലേക്ക് ഇറങ്ങുവാണെങ്കിൽ പലതരം വീഴ്ചകൾ അവനുണ്ടാകാം. ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു കുട്ടി, ഇവള് പ്രാർത്ഥനയിലൊക്കെ വന്നു, ആത്മീയമായി ഭയങ്കര ബലപ്പെട്ട് അവൾക്ക് വലിയൊരു രോഗസൗഖ്യം, അവൾക്ക് കണ്ണൊന്നും കണ്ടുകൂടാ. അങ്ങനെ കണ്ണിന് കാഴ്ച മങ്ങിയൊരു പെൺകുട്ടി. എന്നാൽ ഇവള് പ്രാർത്ഥനയിൽ വന്നു, വിശ്വാസത്തിൽ വന്നു, ദൈവം അവളെ സൗഖ്യപ്പെടുത്തി. ഷുഗർ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവളുടെ കണ്ണ് തുറന്നു. അവൾ വളരെ വ്യക്തമായിട്ട് അവൾക്ക് കാണാൻ സാധിച്ചു. ഡോക്ടർ തള്ളിക്കളഞ്ഞ ഒരു വിഷയം, അല്ലെങ്കിൽ ഓപ്പറേഷൻ വേണമെന്ന് എന്തൊക്കെയോ ചികിത്സകൾ നിർദ്ദേശിച്ച ഒരു വിഷയം, ഉള്ള കണ്ണിന്റെ കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, ഇതിൽ നിന്ന് സൗഖ്യം ലഭിച്ച അവൾ വിശ്വാസത്തിലേക്ക് ബലപ്പെട്ടു. അങ്ങനെ അവൾക്ക് അത്ഭുതകരമായ രോഗസൗഖ്യം ലഭിച്ച ശേഷം അവള് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ദൈവം വലിയ അത്ഭുതമാണ് അവൾക്ക് നടത്തി കൊടുത്തത്. മെഡിക്കൽ സയൻസ് നടക്കില്ല എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ വലിയ ക്രിട്ടിക്കലായ ഒരു സിറ്റുവേഷനിൽ നിന്ന് ദൈവം സൗജന്യമായി അവളുടെ കാഴ്ച അവൾക്ക് നൽകി. ആ അടയാളം അവളിൽ ശക്തമായ വിശ്വാസത്തെ വളർത്തുകയും അവളെ ശക്തമായ പ്രാർത്ഥനയിലേക്ക് ഇറങ്ങുകയും ചെയ്തു. പിന്നീട് എപ്പോൾ ധ്യാനം ഉണ്ടെങ്കിലും ആ ഫ്രണ്ടിൽ വന്നിരുന്ന കരമുയർത്ത് ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ അവളെ പ്രാർത്ഥന വളരെ ബലപ്പെട്ടു. വിശുദ്ധിയും വേർപാടും ധ്യാനമൊക്കെ കിടന്നപ്പോൾ അതിനും ശക്തമായി പങ്കെടുത്തു. അങ്ങനെ ദൈവവചനത്തിൽ ബലപ്പെട്ട് പേഴ്സണൽ പ്രയറും ആരാധനയൊക്കെ തുടങ്ങിയപ്പോൾ ദൈവിക അനുഭവങ്ങൾ, ദൈവിക വെളിപാടുകൾ, ദർശനങ്ങളെല്ലാം അവളിൽ വെളിപ്പെടാൻ തുടങ്ങി. അവൾ ദർശനങ്ങൾ കാണാൻ തുടങ്ങി. കണ്ണടയ്ക്കുമ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ അകക്കണ്ണിൽ നിന്ന് ദൈവം കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. പല കാര്യങ്ങൾ അവൾ വ്യക്തമാക്കി. പല കാര്യങ്ങൾ അവൾ കണ്ട കാര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങി. പലർക്കും വേണ്ടി അവൾ മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ പലരുടെ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥന അനുഭവത്തിൽ അവൾ ശക്തമായി അവൾ ദർശനങ്ങൾ, വിഷനെല്ലാം കാണാൻ തുടങ്ങി. അവൾ പറഞ്ഞ പല വിഷനുകളും
ശരിയായി വന്നപ്പോൾ അവൾ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് അവളെ പലരും ക്ഷണിച്ചു. പല പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്കും കടന്നു ചെന്നിട്ട് അവിടെ പ്രാർത്ഥനാ മധ്യേ ദർശനങ്ങൾ പറയുവാൻ ഇവളെ ഏൽപ്പിച്ചു. ഇവള് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പല ദർശനങ്ങളും വെളിപാടുകളും ലഭിക്കുവാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനാ കൂട്ടായ്മ, ഇവള് ചെല്ലുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ദർശനങ്ങൾ പറയുന്ന ഒരു കുട്ടിയായി അവൾ മാറി. അങ്ങനെ വളരെ പ്രാർത്ഥനയിൽ ബലപ്പെട്ട ഒരു വ്യക്തി. എന്നാൽ ഞങ്ങൾക്കെല്ലാം നേരിട്ട് ഈ അനുഭവങ്ങൾ, ഇവരുടെ മാനസാന്തരം, ഇവരുടെ പ്രാർത്ഥന, ഇതെല്ലാം നേരിട്ട് ഞാൻ കണ്ട അനുഭവമാണ്. ഈ സമയത്ത് പാരലായിട്ട് തന്നെ ബ്രദർ ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന സമയമാണ്. ഞാനൊക്കെ അന്ന് സ്റ്റേജിൻ്റെ ശുശ്രൂഷയിലേക്ക് വന്നിട്ടില്ല. വെറും കൊയറും കാര്യങ്ങളൊക്കെ ആയിട്ട്, വെറും കൊയറല്ല, കർത്താവിൻ്റെ ശുശ്രൂഷ, സ്തോത്രം, കർത്താവിൻ്റെ ശുശ്രൂഷ, ചെറിയ ശുശ്രൂഷകൾ മാത്രം ചെയ്തു തുടങ്ങുന്ന കാലഘട്ടത്തിലാണ് ഈ കുട്ടിയൊക്കെ വന്ന് വളരെ ദർശനങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങളെ വലിയ ആരാധനയോടെ നോക്കും. അല്ലെങ്കിൽ വലിയ കൃപ അവൾക്ക് വെളിപ്പെട്ടല്ലോ എന്നുള്ള ഒരു രീതിയിൽ ഞങ്ങൾ അവളെ കാണാൻ തുടങ്ങി. എന്നാൽ പിന്നീട് സംഭവിച്ചത് ഇതാണ്. വലിയ പ്രാർത്ഥന കൂട്ടായ്മകളിൽ ഇവളുടെ ദർശനം പറഞ്ഞു തുടങ്ങി. അങ്ങനെ വെളിപാടുകൾ പറഞ്ഞു തുടങ്ങി. മെല്ലെ മെല്ലെ ആത്മീയ അഹന്തകൾ അല്ലെങ്കിൽ ആത്മീയമായ അഹങ്കാരങ്ങൾ പിടിപെടുകയും പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിന്ന് പിന്നീട് കണ്ടത് അവളുടെ പ്രാർത്ഥന നശിച്ചു പോകും. ദൈവത്തിൻ്റെ സഭയിൽ ദൈവവചനത്തിൽ വിപരീതമായ ചില പ്രവൃത്തികളൊക്കെ ഉണ്ടാകുകയും പ്രാർത്ഥനാ ചൈതന്യം നഷ്ടപ്പെടുകയും പിന്നീട് അല്ലെങ്കിൽ ആത്മീയ തലം തന്നെ നഷ്ടപ്പെടുകയും ഒരവസ്ഥ ആ കുട്ടിയിൽ കാണുവാനുണ്ടായി. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി, അല്ലെങ്കിൽ ഞങ്ങൾ ശിഷ്യരായിട്ട് ഇങ്ങനെ വചനത്തെ പഠിച്ച് വരുന്നവർ, ഞങ്ങൾക്കിതൊരു വലിയൊരു പാഠമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ബ്രദറിനോട് എപ്പോഴും ചോദിക്കും, ബ്രദറെ അവൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു വന്നതാ, ദർശനം വെളിപാടൊക്കെ ഉണ്ടായതാ, പക്ഷെ എന്തുകൊണ്ട് തകർന്നു വീണു എന്ന് ബ്രദർ പറയും. യഥാർത്ഥ പക്വത വന്നു ചേരാതെ, യഥാർത്ഥ അപ്പോയിന്റ്മെന്റ് ലഭിക്കാതെ ഇറങ്ങിയാൽ അവരുടെ ശുശ്രൂഷയെ പിശാച് പിടികൂടും. അപ്പൊ യഥാർത്ഥ പക്വത, യഥാർത്ഥ അപ്പോയിന്റ്മെന്റ് അബ്രഹാമേ നിനക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് തരാനുള്ള കൃപയ്ക്ക് നീ യോഗ്യമാകത്തുള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കണം. പ്രാർത്ഥന ശുശ്രൂഷയ്ക്കല്ല, ദൈവവേലയ്ക്കായി നമ്മള് ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്യാതെ, അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് നീ യോഗ്യനാണോ എന്ന് നോക്കി പരിശോധിച്ചിട്ട് മാത്രമേ ദൈവത്താൽ വളർത്തുന്നതാണെങ്കിൽ ദൈവം പടിപടിയായിട്ടാണ് വളർത്തുന്നത്. മോശയെ 80 വർഷത്തെ ജീവിതത്തിന് ശേഷമാണ് മോശയെ പരിശോധിച്ച് അറിഞ്ഞ ശേഷം ദൈവം വിളിക്കുന്നത്. ഇതുപോലെ ആത്മീയ പക്വതയ്ക്ക് അബ്രഹാമെ നീ യോഗ്യനാണെങ്കിൽ ഇതാ നിന്നെ വിളിച്ച് ഞാൻ പറയുന്ന ദേശത്തേക്ക് നിന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയി എനിക്ക് ദഹനബലിയായിട്ട് അവനെ അർപ്പിക്കണം. ദൈവം നിശ്ചയമായിട്ടും അബ്രഹാമിന്റെ വിശ്വാസത്തെ പരീക്ഷിച്ചത് തന്നെയാണ്. എന്തിനാണ് ചുമ്മാ ഇരിക്കുമ്പോൾ യഹോവയ്ക്ക് അന്ന് അബ്രഹാമിനെ പരീക്ഷിച്ചുകളെ അങ്ങനെ തോന്നുന്നതല്ല. കാരണം വാഗ്ദാനം പേർന്നവനാണ് അബ്രഹാം. യോഗ്യമായ അനുഗ്രഹം ഇവന് കൊടുക്കണമെങ്കിൽ ഇവൻ അത് സ്വീകരിക്കുവാൻ യോഗ്യനാകണം. കൃത്യമായ ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപാവരങ്ങൾ സ്വീകരിക്കണമെങ്കിൽ അവൻ ആത്മീയ പക്വതയും വളർച്ചയും ഉണ്ടായിരിക്കുന്നവനായിരിക്കണം. അബ്രഹാമിനെ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം നമ്മൾ ധ്യാനിക്കുമ്പോൾ അബ്രഹാമേ എന്ന് ദൈവം വിളിക്കുകയാണ്. അവിടെ നമ്മൾ വിളിച്ചു, ഞാൻ അവൻ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് യാത്ര തിരിക്കാൻ പറഞ്ഞു. ഞാൻ കാണിച്ചു തരുന്ന പ്രദേശത്ത് ചെല്ലുമ്പോൾ നീ എനിക്ക് അവനെ ദഹനബലിയായിട്ട് നൽകണം. സ്തോത്ര, ഹല്ലേലൂയ. ഇതാണ് ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെടുന്നത്. അവൻ തന്റെ 2 ദാസന്മാരെയും കൂട്ടി ആ മകനെയും കൂട്ടി വിറകും ശേഖരിച്ചുകൊണ്ട് അവൻ ആ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ട് 3 ദിവസത്തെ യാത്രയാണ് അബ്രഹാമിനുള്ളത്. അവൻ കണ്ടപ്പോൾ, അവൻ 3 ദിവസത്തെ യാത്ര കഴിഞ്ഞ് ചെല്ലപ്പോൾ ആ മലമ്പ്രദേശത്ത് ആ കർത്താവ് കാണിച്ചു തന്ന ആ മോറിയ ദേശം അവൻ ദൂരെ നിന്നേ കണ്ടു. അബ്രഹാം അവിടെ പറയുന്നൊരു വാക്ക് വളരെ വ്യക്തമാണ്. എല്ലാവരും ഒന്ന് നോക്കിയാൽ വളരെ നല്ലതാണ്. ഉൽപ്പത്തി 22-ന്റെ 5-ാം വാക്യം അവിടെ പറയുന്നത്, അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. ഞാനും മകനും ആരാധിച്ചിട്ട് തിരിച്ചു വരാം. അബ്രഹാം വേലക്കാരോട് പറഞ്ഞു, ഞാനും മകനും തിരിച്ചു വരുമെന്ന്. ദൈവം പറഞ്ഞു, നീ പോയി മകനെ ബലിയർപ്പിക്കാൻ. മകനെ ബലിയർപ്പിക്കാൻ പറഞ്ഞ് ദൈവം അബ്രഹാമിനെ പറഞ്ഞു വിടുമ്പോഴും
തന്റെ വേലക്കാരോട് അബ്രഹാം നുണ പറയുന്നവനല്ല. അബ്രഹാം പറഞ്ഞു, ഞാൻ തിരിച്ചു വരാം, ഞാനും മകനും കർത്താവിനെ അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം എന്നാണ് വേലക്കാരോട് പറഞ്ഞത്. അവിടെ തന്നെയും അബ്രഹാമിനൊരു വിശ്വാസമുണ്ട്. ഇവൻ എൻ്റെ കുഞ്ഞിനെ അവിടെ ബലി കഴിപ്പിച്ചാലും ദൈവം അവനെ ജീവിപ്പിക്കും, ബലി അർപ്പിച്ചാൽ ദൈവം ജീവിക്കും. അല്ലാണ്ട് ദൈവം അവിടെ ആ ആടിനെ കൊടുക്കുന്ന ആളത്തിന് അബ്രഹാമിന് ആദ്യം അറിയത്തൊന്നുമില്ല. എന്നാൽ അവന്റെ പ്രത്യാശയാണ്, ദൈവം തനിക്കൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതിൽ അബ്രഹാമോട് വിശ്വസിക്കുക. നിന്റെ പുത്രനിലൂടെ നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതിയിലൂടെ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഈ വാഗ്ദാനം അവൻ അന്നേ ഓർമ്മയുണ്ട്. 25 വർഷം മുമ്പേ അവന് കൊടുത്ത ദൂതന്മാരിലൂടെ ദൈവമാണ് നൽകിയ വാഗ്ദാനം അവന് വിശ്വാസമാണ്. ഇങ്ങനെയുള്ള വിശ്വാസം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായും മറുപടി ലഭിക്കും. സ്തോത്രം, ഹല്ലേലൂയ. യേശുവെ ആരാധിക്കുന്നു. അബ്രഹാമിന്റെ ഉള്ളിൽ ആ വിശ്വാസം കിടക്കും, ഞാനും മകനും തിരിച്ചു വരും. എങ്ങനെയാണെന്ന് അറിയത്തില്ല, വരും. സ്തോത്രം, ഹല്ലേലൂയ. ആ മോറിയ ദേശത്തേക്ക് ആ കഴുതയെ നിർത്തി വേലക്കാരെ അവിടെ പറഞ്ഞു നിർത്തിയിട്ട് മകന്റെ മേൽ ചുവട് ആ വിറകും വെച്ചു കൊടുത്ത് തീയും കത്തിയും എടുത്തുകൊണ്ട് അബ്രഹാം നടന്നു നീങ്ങുമ്പോൾ, നീ സ്നേഹിക്കുന്ന ഏകമകൻ എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്രഹാം ഇസ്ഹാക്കിനെ അധികമായി സ്നേഹിക്കുക. ഇസ്ഹാക്കിനെ അധികമായി സ്നേഹിക്കുന്ന ഇസ്ഹാക്കിനെ ദഹനബലി അർപ്പിക്കാൻ കർത്താവ് പറയുമ്പോൾ ആ പിതാവിന്റെ ഹൃദയം എത്രയാണ്, തന്റെ കൈകൊണ്ട് തന്നെ കൊല്ലണം. കത്തി കയ്യിലുണ്ട്, കത്തി എടുത്തേക്കുന്നത് വേറെ ഒന്നുമല്ല, വിറക് വെട്ടാനൊന്നുമല്ല, തന്റെ മകനെ കൊല്ലാനുള്ള കത്തിയാണ് തന്റെ അരയിരിക്കുന്നത്. തന്റെ അരയിലിരിക്കുന്ന കത്തിയുമായിട്ട് ആ മോറിയ മല കയറുന്ന 5 മലകൾ അവിടെ ചുറ്റിനുമുള്ള സ്ഥലമാണത്. മോറിയ മലയുടെ കൂടെയുണ്ട് മൗണ്ട് ഹെർസൽ, മൗണ്ട് സിയോൺ, മൗണ്ട് ഒലിവ്, ഇങ്ങനെ പല പർവ്വതങ്ങൾ നിലനിൽക്കുന്ന ആ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട സ്ഥലം മോറിയ ദേശം. മോറിയ ദേശത്ത് ദൈവം കാണിച്ചു കൊടുത്ത മോറിയ മല കയറുമ്പോൾ അബ്രഹാമിന്റെ അരയിരിക്കുന്ന കത്തി എന്തിനാണ് അബ്രഹാമിന് അറിയാം. അത് തന്റെ മകന്റെ കഴുത്ത് വെട്ടാനുള്ളതാണ്. തന്റെ മകനെ കെട്ടുവരിയാനുള്ള കയറവന്റെ കയ്യിലുണ്ട്, തീയുണ്ട്, അവനെ കത്തിക്കണം. ഇതെല്ലാം അറിയാമെങ്കിലും അതിനേക്കാൾ ഉപരിയാണ് ദൈവത്തോടുള്ള സമർപ്പണവും സ്നേഹവും അബ്രഹാമിന്റെ. സ്തോത്ര, ഹല്ലേലൂയ. താൻ സ്നേഹിച്ച മകനേക്കാൾ യഹോവയെ സ്നേഹിക്കുന്ന അബ്രഹാമിനെ കാണാൻ സാധിക്കും. ഇതാ ദൈവം ആവശ്യപ്പെടുന്നത്. തന്നെക്കാൾ ഉപരിയെ തന്റെ മകനെയോ മകളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. യേശു പറയാ, യേശുവിനേക്കാൾ ഉപരിയായി തന്റെ ഭൗതിക വസ്തുക്കളെ, സ്വത്തിനെ, സമ്പത്തിനെ സ്നേഹിക്കുന്നവൻ കർത്താവിന് യോഗ്യനല്ല. ഇതാണ് ദൈവവചനം നമ്മൾ പഠിപ്പിക്കുന്നത്. ആ മോറിയ മലയിൽ, ആ ദൈവത്തിന്റെ ആ വാഗ്ദാന മലയിൽ നിൽക്കുമ്പോൾ താൻ ബലിപീഠം ഒരുക്കി, കല്ലുകൊണ്ട് ബലിപീഠം ഒരുക്കി, അതിന്റെ മുകളിൽ വിറക് നിരത്തി, കുഞ്ഞിനെ അതിന്റെ മുകളിൽ വരിഞ്ഞു കെട്ടി കൊല്ലാൻ തന്നെ തീരുമാനിച്ച് കത്തി ഉയർത്തി നിൽക്കുന്ന അബ്രഹാമിനെ കാണാൻ സാധിക്കും. ആ നിമിഷത്തിലാണ് ദൈവത്തിന്റെ ദൂതൻ മുകളിൽ നിന്ന് വിളിക്കുന്നത്, അബ്രഹാമേ, കുഞ്ഞിനെ നീ തൊടരുത്, കുഞ്ഞിനെ തൊടരുത് എന്ന് ദൈവം പറയുമ്പോൾ ദൈവത്തിന്റെ ചില പദ്ധതികൾ എപ്രകാരം അബ്രഹാം സ്വീകരിക്കാൻ യോഗ്യനാണോ എന്ന് അബ്രഹാമിനെ പരീക്ഷിക്കുക. വെറുതെ പരീക്ഷിച്ചതല്ല, നീ കുറച്ച് വാഗ്ദാനങ്ങൾ, അനുഗ്രഹങ്ങൾ പേറാനുള്ളവൻ അബ്രഹാമേ, നീ അതിന് യോഗ്യനാണോ എന്ന് ദൈവം പരിശോധിക്കുക. സ്തോത്ര, ഹല്ലേലൂയ. യോഗ്യത നൽകാതെ ദൈവം കൃപ നൽകത്തില്ല. ആദ്യം അതിനുള്ള പക്വത, ആത്മീയ പക്വതകൾ നമുക്കുണ്ടെങ്കിൽ മാത്രമേ, ആത്മീയ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവവചനത്തെ പ്രഘോഷിക്കുവാൻ, ദൈവരാജ്യത്തെ പ്രഘോഷിക്കാനുള്ള കൃപയ്ക്ക് നീ പാത്രമാകത്തുള്ളൂ. സ്തോത്രം. താലന്ത് യഥാർത്ഥ വ്യക്തി ലഭിച്ചില്ലെങ്കിൽ അത് പന്നികൾക്ക് മുത്തുമണി ഇട്ട് കൊടുക്കുന്ന പോലെയാണെന്ന വചനം പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു 14-ാം വാക്യം, 13-ാം വാക്യം. തലപൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികൾ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവർ അതിനെ മകന് പകരം ദഹനബലി അർപ്പിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യാഹ്വേ ഈരെ എന്ന് പേരിട്ടു. നമ്മൾ ഇന്നത്തെ വിഷയം യാഹ്വേ ഈരെ, ദ ഗോഡ് ഹു പ്രൊവൈഡ്സ്. ദൈവം നിനക്ക് നൽകുന്ന, കരുതുന്ന ദൈവം. ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം. സ്തോത്ര, ഹല്ലേലൂയ. കരുതുന്ന ദൈവം. യാഹ്വേ ഈരെ മീൻസ് ദ ഗോഡ് ഹു പ്രൊവൈഡ്സ്. ദൈവം കരുതും, നിന്നെ കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. യേശു അതൊന്ന് വിശ്വസിച്ചാട്ടെ. നിന്നെ കരുതുന്ന ദൈവത്തെയാണ് നമ്മൾ ഇന്ന് സ്തുതിക്കുന്നത്. നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ യാചിക്കുമ്പോൾ നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ കരുതുന്ന ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെയാണ്.
അബ്രഹാമിനെ പോലെ ദൈവം പറഞ്ഞാൽ തന്റെ മകനെ പോലും വിട്ടുകൊടുക്കുന്ന അബ്രഹാം പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് വെറുതെ ഇരിക്കാൻ സാധിക്കത്തില്ല. തന്റെ എല്ലാം നൽകുന്ന അബ്രഹാം പ്രാർത്ഥിച്ചിട്ട് കേൾക്കാതിരിക്കുന്ന ഒരു ദൈവമുണ്ടോ? ഇല്ല. ദൈവം അബ്രഹാം തന്റെ കുഞ്ഞിനെ കൊടുക്കാൻ തയ്യാറപ്പോൾ ദൈവം കൊടുത്ത അനുഗ്രഹം എന്തൊക്കെയാണെന്നറിയാവോ? വായിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ കാണുന്നത്, തന്റെ കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായ കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു. 16-ാം വാക്യം. നിന്റെ സമർപ്പണം കണ്ടിട്ട് ഞാൻ ശപഥം ചെയ്യുകയാണ്. ഇതാ അബ്രഹാമിന്റെ വിശ്വാസത്തെ കൊണ്ട് ദൈവം അവിടെ ശപഥം ചെയ്തു അനുഗ്രഹം ഞാൻ നിനക്ക് ഡെഫിനറ്റ്ലി നൽകിയിരിക്കും. ശപഥം ചെയ്യുക, ദൈവം ശപഥം ചെയ്യുക. കാരണം അത്രത്തോളം വിശ്വാസ സമർപ്പണം. ഈ വിശ്വാസ സമർപ്പണം നമ്മൾ ഓരോ കുടുംബങ്ങളും കൊടുത്താൽ നിന്റെ പ്രാർത്ഥന ദൈവം ഇറങ്ങി വരുമെന്നേ. നമ്മളെല്ലാം പ്രാർത്ഥനയും നമ്മളെ തന്നെ സമർപ്പിച്ച്, അബ്രഹാമിന്റെ സമർപ്പണം നമ്മുടെ പ്രാർത്ഥനയിലുണ്ടായാൽ നിന്റെ പ്രാർത്ഥന ഏതുമാകട്ടെ ദൈവം അത് പ്രവർത്തിച്ച് സാധിച്ചു തന്നിരിക്കും. സ്തോത്ര, ഹല്ലേലൂയ. ഇതാണ് വിശ്വാസത്തെ പഠിക്കുന്നത്. ദൈവം കരുതണമെങ്കിൽ നിന്റെ സമർപ്പണവും ശക്തമായിരിക്കണം. എങ്കിൽ ദൈവത്തിന്റെ കരുതലിന്റെ അളവ് അത്ഭുതകരമായിരിക്കും. അബ്രഹാമോട് ശപഥം ചെയ്ത് അനുഗ്രഹിക്കുന്നത് കാരണം അവന്റെ സമർപ്പണം വളരെ വലുതാ. താൻ ആറ്റുനോറ്റ് വർഷങ്ങൾ കാത്തിരുന്നുണ്ടായ ഏകമകനെ കൊടുക്കാൻ പോലും അവന്റെ മനസ്സ്, തന്റെ ഏകമകനെ കൊടുക്കുമ്പോൾ രാമാപിതാവും തന്റെ ഏകമകനെ ആ സ്ഥലത്ത് വെച്ച, ആ ദേശത്ത് വെച്ചാ കൊടുക്കുന്നത്. ആ ദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. അന്ന് എബ്രഹാമിനോട് പറഞ്ഞ ശബ്ദം ആ മലയുടെ മുകളിൽ വെച്ച, നീ എന്റെ വാക്കനുസരിച്ചുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനങ്ങളെല്ലാം അനുഗ്രഹപ്പെടും. സ്തോത്ര, ഹല്ലേലൂയ. ആ മോറിയ മലയിൽ വെച്ചൊരു അനുഗ്രഹം, നിന്റെ സന്തതിയിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. ആ വാഗ്ദാനം ഇന്ന് നമ്മുടെ നെറുകയുടെ മേൽ വന്നു നിൽക്കുകയാണ്. യെസ്, നീ അബ്രഹാമിന്റെ സന്തതിയായി മാറും. ഈ വചനം വിശ്വസിക്കുന്നതിലൂടെ, ആ വിശ്വാസ സമർപ്പണത്തിലൂടെ നീയും അബ്രഹാമിന്റെ സന്തതിയായി മാറും. ഹല്ലേലൂയ. യെസ്, മോറിയ മലയെ നിന്റെ മേലൊരു സാക്ഷ്യമുണ്ട്. ഇതാ വർഷങ്ങൾക്ക് ശേഷം സോളമൻ തന്റെ ആലയത്തെ പണയുമ്പോൾ, ദിനവൃത്താന്തം 3:1, 2 ദിനവൃത്താന്തം 3:1 വായിക്കുമ്പോൾ ആ മല പോലുള്ള ദൈവം തന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് വീണ്ടും തന്റെ ജനങ്ങളെ അനുഗ്രഹിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന. കരുതുന്ന ദൈവത്തെ നമ്മളിന്ന് സ്തുതിക്കുക. കരുതുന്ന ദൈവം യാഹ്വേ ഈരേ, യഹോവ ഈരേ, ദി ഗോഡ് ഹു പ്രൊവൈഡ്സ്. നിനക്ക് കരുതുന്ന, നിനക്കായി നൽകുന്ന ഒരു ദൈവം, ഏറ്റവും നല്ലത് മാത്രം തരുന്ന ദൈവത്തെ, ഏറ്റവും നല്ലത് മാത്രം നൽകുന്ന, ഏറ്റവും നല്ലത് മാത്രം നൽകുന്ന ദൈവം, ആ ദൈവത്തെ വിശ്വസിച്ച് ആ നല്ലത് ലഭിക്കണമെങ്കിൽ നല്ലത് കൊടുക്കണം. നല്ലത് ലഭിക്കണമെങ്കിൽ നല്ല സമർപ്പണം കൊടുക്കണം. നല്ലത് ലഭിക്കണമെങ്കിൽ നല്ല വിശ്വാസത്തെ കാഴ്ചവെക്കണം. നല്ലത് ലഭിക്കണമെങ്കിൽ നല്ല ജീവിത വിശുദ്ധി കാഴ്ചവെക്കണം. നല്ലത് ലഭിക്കണമെങ്കിൽ ദൈവത്തിന് നല്ലത് കൊടുക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുക, ഒരുവന് ഭക്ഷണം ആര് കൊടുക്കുന്നത്? ഈ മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, വാകീറിയ ദൈവം എന്തുവാ എരയും കൊടുക്കും. അത് പഴയ പഴഞ്ചൊല്ല. എന്നാൽ അതിന്റെ ആത്മീയ അർത്ഥം വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. സങ്കീർത്തനം 145-ാം അധ്യായം 15-16 വാക്യം ഒന്ന് വായിക്കാമോ? Psalms 145, സങ്കീർത്തനം 145, 15-16 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എല്ലാവരും അങ്ങയിൽ ദൃഷ്ടി പതിച്ചിരിക്കുന്നു. അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു. യഥാസമയം ആഹാരം കൊടുക്കുന്ന ദൈവമാ. അത് ദൈവമാ കൊടുക്കുന്നത്. സിംഹക്കുട്ടികൾ പോലും വിശന്നു വലഞ്ഞിരിക്കുന്നേക്കാം. പക്ഷെ നീതിമാന്റെ കുഞ്ഞുങ്ങൾ ഇര യാചിക്കുന്നത്, വിശക്കുന്നത്, യാചിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആമേൻ. സ്തോത്ര, ഹല്ലേലൂയ. ദൈവം പ്രൊവൈഡ് ചെയ്യും. പ്രാർത്ഥനക്കാരൻ, നീ പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങൾ വിശന്നു വലയാൻ ദൈവം സമ്മതിക്കത്തില്ല എന്ന്. എല്ലാ ജീവജാലങ്ങൾക്കും അതിനുള്ള ഭക്ഷണം കൊടുക്കുന്ന ദൈവമാണ്. സംഘത്തിനായ രഹസ്യം വെളിപ്പെടുത്തുക. അതൊരു കോസ്മിക് ലോയാണ്, യൂണിവേഴ്സൽ ലോയാണ്. ദൈവമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദൈവം എല്ലാത്തിനും നൽകുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. യേശുവേ ആരാധന. ദൈവമാണ് നൽകുന്നത്. ദൈവം നൽകുന്നതിന്റെ പുതിയ നിയമത്തിൽ അതിന്റെ തെളിവ്, അതിന്റെ പഴയ നിയമത്തിന്റെ നിഴലിലൂടെ പുതിയ നിയമത്തിൽ ദൈവം കൊടുക്കുക.
എവിടെയാ? ആ കഫർനാം ഗലീലി തടാകത്തിന്റെ തീരത്ത് മലമുകളിൽ 5 അപ്പം 5000 പേർക്ക് കൊടുത്തപ്പോൾ, ഇതാ ഞാൻ നിനക്ക് വർദ്ധിപ്പിക്കുന്ന, മൾട്ടിപ്ലൈ ചെയ്യുന്ന, നിനക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ദൈവമാണ് ഞാൻ തന്നെ യാഹ്വേ എന്ന് ദൈവം കാണിച്ചു തരികയാണ്. മർക്കോസ് 6-ാം അധ്യായം 1 മുതൽ 14 വരെ വായിക്കുമ്പോൾ, ആ ഗലീലി പ്രദേശത്ത്, ആ ഗലീലി തടാകത്തിന്റെ തീരത്തുള്ള ഏതോ ഒരു മലമുകളിൽ അവൻ തന്റെ മക്കൾക്ക് 5000 പുരുഷന്മാർ ഭക്ഷിച്ചു കഴിഞ്ഞു. 5000 പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇരട്ടിയോളം കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു വലിയ ജനക്കൂട്ടം വെറും 5 അപ്പം കൊണ്ടാണ് അവരെ പോഷിപ്പിച്ചതെങ്കിൽ ഞാൻ നിനക്ക് നൽകുന്ന ദൈവമാണ്. അവിടെ ആ ദൈവത്തെ വിശ്വസിക്കണം. മറ്റ് ജാതികൾ യേശുവിനെ മനുഷ്യനാക്കാൻ ശ്രമിക്കുമ്പോൾ എത്ര മറച്ചു വെച്ചാലും അവന്റെ ദൈവത്വത്തെ മൂടി വെക്കാൻ സാധിക്കത്തില്ല. യേശു മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്ത് 1 അല്ല 2 തവണ, ഒരിക്കൽ 7000 പേർക്ക്, വേറൊരിക്കൽ 5000 പേർക്ക്. എന്താണ് കാണിക്കുന്നത്? ഞാൻ തന്നെയായ യാഹ്വേ, ഞാൻ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഞാൻ തന്നെയാണ് നൽകുന്നത്. അവിടെ മന്ന തന്നെങ്കിൽ ഇതാ ഇവിടെ നിനക്ക് അപ്പം തന്നു തന്നെ അനുഗ്രഹിക്കാൻ എനിക്ക് സാധിക്കും. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സംഭവിക്കും. ആദം ഈ ഹവ്വയും തന്റെ പാപം ചെയ്ത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്നു. സ്വർഗത്തിൽ നിന്നാണ്. പലരും പറയുമ്പോ സ്വർഗം ഏതൻ ഭൂമിയിലാണെന്നൊക്കെ പറയും. അല്ല, ഏതൻ മുകളിൽ തന്നെ. കാരണം ദൈവം നടക്കാനും കൂടെ വരുന്ന സ്ഥലം ഇവിടെയല്ല, മുകളിലാണ്. എന്നാൽ ഭൂമിയിൽ അവർ എത്തിപ്പെട്ട ശേഷം അവർക്ക് വസ്ത്രം കൊടുക്കുന്നത് ആരാ? ദൈവം തന്നെ. ഉൽപ്പത്തി പുസ്തകം 9:3 നമുക്കത് വായിച്ചാൽ മനസ്സിലാകും. പ്രൊവൈഡിങ് ദ ഡ്രസ്, പ്രൊവൈഡിങ് ദ ഫുഡ്, പ്രൊവൈഡിങ് ദ ഷെൽട്ടർ, എവരിത്തിങ് ദൈവമാണ് നൽകുന്നത്. സ്തോത്ര, ഹല്ലേലൂയ. ഇത്രയും ശക്തനായ ദൈവം നമുക്കുള്ളപ്പോഴാണ് പലരും അവിശ്വാസത്തോടെ ഭവനത്തിനായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഗോഡ് ഹു പ്രൊവൈഡ്സ്, ദൈവം എനിക്ക് നൽകും, ദൈവം എനിക്കായി കരുതുന്നവൻ ഞാനല്ലയോ. നമ്മൾ പാടുന്നുണ്ട്, നീ കലങ്ങുന്നത് എന്തിനാ, നിന്നെ കരുതുന്നത് ഞാനാ. അതാ വിശ്വാസം. രാത്രി വിശ്വാസത്തെ വിട്ടുകൊടുത്തേ. ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരൊക്കെ ഒന്ന് ഏറ്റെടുത്തേ. നിനക്കായിട്ടുള്ള നല്ല ഷെൽട്ടർ നൽകാൻ, നല്ല ഭവനത്തെ നൽകാൻ കരുതുന്നവൻ, ശക്തനായവൻ നമ്മുടെ കൂടെയാണ് നിൽക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഒന്ന് സ്വപ്നം കണ്ടെന്ന് പ്രാർത്ഥിച്ചേ. ആ മനോഹരമായ വാസസ്ഥലത്തെ ദൈവം നൽകുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവരെന്ന് പ്രാർത്ഥിച്ച് ആരോഗ്യത്തെ നൽകുന്ന ദൈവമാണ്. ദൈവം എന്നെ സൗഖ്യപ്പെടുത്തും, ദൈവം എനിക്ക് വിടുതൽ നൽകും. കടബാധയായി ഭാരപ്പെടുന്നവരെന്ന് പ്രാർത്ഥിച്ച ദൈവം എന്റെ കടബാധകൾ മാറ്റി എന്നെ അനുഗ്രഹിക്കും. ജോബിനെ ഉയർത്തികൾ എന്നെ ഉയർത്തും, അബ്രഹാമിനെ ഉയർത്തികൾ എന്നെ ഉയർത്തും, യാക്കോബിനെ ഉയർത്തികൾ എന്നെ ഉയർത്തും. കാരണം അവര് കൊടുത്ത പോലെ വിശ്വസിച്ച്, അവര് കൊടുത്ത സമർപ്പണം കൊടുത്താൽ എന്നെ ദൈവം അനുഗ്രഹിക്കും. സ്തോത്ര, ഹല്ലേലൂയ. കരുതുന്ന ദൈവത്തെ ഇന്ന് രാത്രി ഒന്ന് ഏറ്റെടുത്തേ. 2 കൊരിന്ത്യർ 9-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം അതിന്റെ 8 മുതൽ നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും, എല്ലാം സമൃദ്ധമായി, ഇച്ചിരി അല്ല, സമൃദ്ധമായി ഉണ്ടാകാൻ. നമ്മളോട് വായിച്ചേ 2 കൊരിന്ത്യർ 9:8. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സൽകൃത്യങ്ങൾ സൽകൃത്യം ചെയ്യണം, നല്ലത് പ്രവർത്തിക്കണം, എങ്കിൽ എല്ലാം ധാരാളമായിട്ട് അനുഗ്രഹം ഉണ്ടാവും. കയ്യിരിപ്പ് മോശമായിട്ട് നല്ലത് ലഭിക്കണമെന്ന് പറഞ്ഞാൽ ലഭിക്കത്തില്ല. അതാണ് അബ്രഹാമിനെ പോലെ നീ കൊടുക്കുവാൻ, നല്ലത് സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇതെല്ലാം ഉണ്ടാകും. തുടർന്ന് വായിച്ചേ. സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുവാൻ കഴിവുറ്റവനാണ് ദൈവം. ആമേൻ. ആ ദൈവം നിനക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായി നൽകാൻ കഴിവുള്ളവനാണ്. ആ ദൈവത്തെയാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കേണ്ടത്.